ഫാസിസ്റ്റുകളാൽ വേട്ടയാടപ്പെടുന്നവർക്കൊപ്പം നിൽക്കുക, അതിന് ചെറിയ ധൈര്യം പോരാ. പ്രാണൻ പോയാലും നീതിക്കൊപ്പം നിൽക്കാനുള്ള ചങ്കൂറ്റം വേണം. അതുണ്ടാകണമെങ്കിൽ ജീവനിലും മീതെയാകണം നീതിബോധം. ശ്വാസം പോലെ, ചോര പോലെ. മണിപ്പൂർ വിഷയത്തിൽ ആന്റണിയുടെ മൗനം വേദനിപ്പിക്കുന്നതാണെന്ന് പെന്തക്കോസ്ത് സഭ. അതിന് കാരണം ഒന്നേയുള്ളൂ, വട്ടപൂജ്യമാണ് കോൺഗ്രസുകാരന്റെ നീതിബോധം. കോൺഗ്രസ് ആർക്കൊപ്പമാണ്? കൊല്ലുന്നവനൊപ്പമോ കൊല്ലപ്പെടുന്നവനൊപ്പമോ? കലാപം വിതയ്ക്കുന്നവർക്കൊപ്പമോ കലാപത്തിന് ഇരയാക്കപ്പെടുന്നവർക്കൊപ്പമോ? വിദ്വേഷത്തിന്റെ തീ പടർത്തുന്നവർക്കൊപ്പമോ അതിൽ എരിഞ്ഞു തീരുന്നവർക്കൊപ്പം? സംശയത്തിന് ഒരു പഴുതുമില്ലാത്ത വിധം ഉത്തരം പറയാൻ കോൺഗ്രസിന് പോലും കഴിയുന്നില്ല. അങ്ങുമിങ്ങും തൊടാതെ വഴുതി മാറുകയാണവർ. മുയലിനൊപ്പം ഓടുകയും വേട്ടക്കാർക്കൊപ്പം ഇരപിടിക്കുകയും ചെയ്യുകയാണവർ. വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്നവർക്ക് മൗനം ഭൂഷണമാണ്. ഇരകൾക്കൊപ്പം നിൽക്കുന്നവർ നിലക്കാതെ ശബ്ദമുയർത്തും. ആ ചുമതല നിർവഹിക്കാൻ കോൺഗ്രസിനെ ഇന്ത്യയിൽ എങ്ങും തന്നെ കാണാനില്ല. മണിപ്പൂരിലെ ഇരകൾക്കൊപ്പമല്ല കോൺഗ്രസ്. ആസാമിൽ പൗരത്വം നിഷേധിക്കപ്പെട്ടവർക്കും ഒപ്പമല്ല. അറിയാമല്ലോ, ബിരേൻ സിംഗ് ആണ് മണിപ്പൂരിലെ മുഖ്യമന്ത്രി. അയാളുടെ കീഴിലാണ് ഈ വംശഹത്യ അത്രയും നടക്കുന്നത്. ആന്റണിയേക്കാൾ പ്രമാണിയായിരുന്ന കോൺഗ്രസുകാരനായിരുന്നു ബിരേൻ സിംഗും. 2003 കോൺഗ്രസ് മന്ത്രിസഭയിൽ വിജിലൻസ് മന്ത്രിയായിരുന്നു അയാൾ. 2007 ജലസേചനം, ഭക്ഷ്യം, കായികക്ഷേമം വകുപ്പുകളുടെ മന്ത്രി. മണിപ്പൂരിലെ കോൺഗ്രസിന്റെ സമുന്നത നേതാക്കളിൽ മുമ്പൻ. അയാളാണ് BJPയിൽ ചേർന്ന് മണിപ്പൂരിൽ മുഖ്യമന്ത്രിയായത്. അതിനുശേഷമാണ് അവിടെ ഒടുങ്ങാത്ത വർഗീയ കലാപം തുടങ്ങുന്നത്. കോൺഗ്രസുകാരൻ BJPയിൽ ചേർന്നാൽ RSSകാരനേക്കാൾ അപകടകാരിയായ വർഗീയവാദിയാകും. മണിപ്പൂരിലെ ബിരേൻ സിംഗിനെ പോലെ എത്രയോ ഉദാഹരണങ്ങൾ. കുടിലമായ വ്യക്തി താല്പര്യങ്ങൾക്കപ്പുറം ഇന്നത്തെ കോൺഗ്രസുകാർക്ക് വേറെന്ത് ലക്ഷ്യമാണുള്ളത്? പദവിയുടെ പ്ലാവില് നീട്ടിയാൽ ആ നിമിഷം BJPയുടെ തൊഴുത്തിൽ ചേക്കേറാൻ ഒരു മടിയുമില്ലാത്തവരാണവർ. BJPയിൽ എത്തുന്ന നിമിഷം RSSകാരെക്കാൾ അപകടകാരികളായി മാറുന്നവർ. അവരാണ് ഇന്നത്തെ കോൺഗ്രസ്. അവർക്ക് എന്ത് നീതി, എന്ത് മനുഷ്യാവകാശം? ഓർക്കുക, പ്രാണൻ പോയാലും നീതിയുടെ പക്ഷത്ത് നിൽക്കുകയാണ് ഇന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയം. സംഘപരിവാറിനെ രാഷ്ട്രീയമായും സാംസ്കാരികമായും ചെറുക്കുക. അതിന് ഇടതുപക്ഷമേ ഉള്ളൂ, ഇടതുപക്ഷം മാത്രം.